ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഞങ്ങളിത് വെക്കേഷനൊക്കെ ആയിട്ട് നമ്മുടെ കാക്കത്തുരുത്തിൽ വന്നേക്കാണ് കേട്ടോ. കാക്കത്തുരുത്തി ചിൽഡ്രൻസ് പാർക്കിലാണ് വന്നേക്കണേ. അപ്പം ഞങ്ങളിത് ഞാനും കാന്തും കണ്ണമോനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇവിടുത്തെ കുറേ കുട്ടികൾ കളിക്കണമൊക്കെ ഉണ്ട്. ഇവയിലൊക്കെ ആര് വരുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നുള്ളത് പോയി നോക്കാം. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിലേക്ക് നടന്നു വരുന്ന ഭാഗം. എന്തായാലും രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല തണലുള്ള വഴിയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് ഭാഗം. അപ്പോൾ എൻട്രൻസ് നമ്മുടെ ജംഗിൾ ബുക്ക് മൂവിയിലെ നമ്മുടെ മൗഗ്ലി അവരുടെ ക്യാരക്ടേഴ്സ് അതൊക്കെ കൊടുത്ത് എന്തായാലും അടിപൊളിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കത്തുരുത്തിലെ ഷീസോർ എന്ന് പറയുന്ന പാർക്ക്. ഇതൊരു പാർക്ക് മാത്രമല്ല, ഒരു ഫാമും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാർക്കിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫാമും കാര്യങ്ങളും കുറച്ച് വേറെ റൈഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും കാണാം. അപ്പോൾ എന്തായാലും ഈ മക്കൾക്ക് എന്തായാലും വളരെ ഇഷ്ടമായിട്ടുണ്ട്. കുറേ കുട്ടികൾ എന്തായാലും അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ അവരുടെ പാരൻസ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും കുറേ സ്പേസൊക്കെ ഉണ്ട്. നല്ല തണലാണ്, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തണലുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാൽ, അതേപോലെ മുകളിൽ നിന്ന് സ്കേറ്റ് പോലെ എഴുതുന്നത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കാന്തൂന് എന്തായാലും ഇത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് റൈഡുകളുള്ള സ്ഥലത്തേക്ക് എത്തിട്ടോ. ഇപ്പം ഞങ്ങൾ ബോട്ടിങ്ങിന് മാത്രമേ കയറിയിട്ടുള്ളൂ. ബോട്ടിങ്ങിന് ഞങ്ങൾ സിംഗിൾ ബോട്ടാണ് എടുത്തത്. സിംഗിൾ ബോട്ടിന് 100 രൂപയാണ് ചാർജ്. ഞാനും കണ്ണമോനും കാന്തുവിൻ്റെ മമ്മിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് പാർക്ക് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടു. അതിന് 200 രൂപയാണ് ചാർജ്. അത് കഴിഞ്ഞതാണ് ഞങ്ങളിപ്പോൾ ഇലക്ട്രിക് കാറ് കയറാൻ പോവുകയാണ്. എന്തായാലും കണ്ണമോനും കാന്തൂനും എന്തായാലും വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി, അതുപോലെ തന്നെ അതിവിടെ ഇലക്ട്രിക് കാറിൽ കയറി, അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ബോട്ടിൽ കയറി ഐസ്ക്രീം കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ കുറച്ച് ആനിമൽസ് ഉണ്ട്, ക്യാമലുണ്ട്, ഹോഴ്സ് ഉണ്ട്, പിന്നെ ഗിർബുള്ളുണ്ട്, അതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അതുകൂടാതെ ഇവിടെ വേറെ 2-3 റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലൊന്നും കയറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ട്, കാന്തുവിന് പറ്റില്ല, കാന്തുവിൻ്റെ മമ്മിക്കും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല. അത് കഴിഞ്ഞത് നമ്മളിവിടെ ആനിമൽസിനെ കാണാനൊക്കെ വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി ആനനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ക്യാമലിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടോ ക്യാമലിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ക്യാമലിനെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതാണ് ക്യാമലിനെ നമ്മുടെ ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാമലിൻ്റെ ഫുഡൊന്നും കാണാനില്ല. ഇപ്പോൾ നമ്മൾ ക്യാമലിനെ വിളിച്ചപ്പോൾ ക്യാമൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാട്ടോ ക്യാമലിനെ കാണുന്നത്. അമ്മ എന്തായാലും നല്ല അടിപൊളി ക്യാമലാണ്. എന്തായാലും ക്യാമലിനെ വിളിച്ചപ്പോൾ ക്യാമൽ എന്തായാലും നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. എന്തായാലും അതൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ക്യാമലിനൊക്കെ കാണുന്നവർ അത്ര അടുത്ത് പോയി നിന്ന് കാണരുത്, കുറച്ച് അകന്ന് നിന്ന് കാണണം കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ണമോൻ അങ്ങനെ ക്യാമലിനെ കണ്ട സന്തോഷത്തിൽ ക്യാമല എന്നൊക്കെ പറയുന്നത് വിളിക്കുന്നുണ്ട്. കണ്ണമോൻ ക്യാമല എവിടെ? അവിടെയാണോ ക്യാമല്? ഓ, ഇന്ന് നമുക്ക് എന്തായാലും ഹോഴ്സിനെ കാണാൻ പോലെ. ഹോഴ്സ് അപ്പോൾ എന്തായാലും അവിടെ ഹോഴ്സ് 2-3 ഹോഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോഴ്സിനെ കാണാൻ പോകാം. ഇവിടെ എന്തായാലും അടിപൊളി ഫോട്ടോ എടുക്കലും വീഡിയോയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹോഴ്സിനെ കാണാൻ വന്നു, ക്യാമലിനെ കണ്ടുകഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ബ്ലാക്ക് ബ്യൂട്ടി ഹോഴ്സ് എന്തായാലും നിൽക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി ബ്ലാക്ക് ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഹോഴ്സിനെ തൊടരുത്, ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട എന്ത് ഭംഗിയല്ലേ, നല്ല എന്തായാലും ഒരു ബ്ലാക്ക് കുതിരകളും പിന്നെ 2 വൈറ്റ് ആൻഡ് ബ്രൗൺ കളറുള്ള 2 കുതിരകളുണ്ട്. ഒരാൾ കുറച്ച് കുറുമ്പനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ആൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ കഴിക്കുക എന്തോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഹോഴ്സിനെ കാണാനായിട്ട്. അപ്പം എന്തായാലും ഹോഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഗിർബുൾ. എന്തായാലും ഗിർബുൾ നല്ല അടിപൊളി സൈസായിട്ട് നല്ല വലിയൊരു ഗിർബുള്ളാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ആനിമൽസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 3 പ്ലേസിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ആനിമൽസിനെ കാണാൻ എന്ന് പറയേണ്ടി വരുന്നത് കേട്ടോ. ഓക്കെ.
ഗൈസ് പിന്നെ നമ്മുടെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ചെറിയ പ്രതിമയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഗിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കളറൊക്കെ ചെയ്ത് ഒരു അടിപൊളിയാക്കി എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. എന്തായാലും വളരെ നന്നായി. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ആളെ കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി. എന്തായാലും വളരെ നന്ദി. പിന്നെ പുതിയൊരു റൈഡുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആനിമൽസിനെ കാണാനായിട്ട് വന്നതാണ്. അവിടേക്ക് കയറ്റുമോയെന്ന് അറിയില്ല. എന്താ അവിടെ ഗേറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു 2-3 പേരൊക്കെ ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആരും കാണുന്നില്ല. നമുക്കിവിടെ നോക്കാം കേട്ടോ. നോക്കാം നമുക്ക്. ഐസ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഈ കൂട്ടിലൊന്നുമില്ല. ഇവിടെ ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു ഡോഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട നമ്മുടെ നാടനാന്ന് തോന്നുന്നു. 2 ഡോഗ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെന്താ ഉള്ളത് ഗൈസ് കാന്ത കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ദേ 2 ആടുണ്ട്. ചെറുതാണ്, ചെറിയ ആടുകൾ. നമുക്കതുകൊണ്ട് സ്പീഷ്യസ് വേറെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ നാടനല്ല. കണ്ടുകൊണ്ട് വാ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എന്താണ് അപ്പൊ ഇവിടെ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ നാടൻ കോഴിയാട്ടോ. നാടൻ കോഴിയുണ്ട്. പിന്നെ ഏതാ വേറെ പിന്നെ വേറെ ഒരു സ്പീഷീസ് ഉണ്ട്. പിന്നെ നമ്മുടെ പാലക്കാടൻ കുത്തുകോഴികൾ കേട്ടോ. ഇതേതാ? ഇത് കുള്ളനല്ല. ഇത് മറ്റേ ഗോപാല വെച്ചൂർ പശാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിത് തോന്നണം അതാന്ന് തോന്നുന്നു. അതൊന്നും ഇവിടെ വാ. ഇവിടെയും നമ്മുടെ പിന്നെ പാലക്കാടൻ നമ്മുടെ പാലക്കാടൻ കോഴിയാണ് കേട്ടോ. അയ്യോ പാലക്കാടനല്ലേ ഒറിജിൻ. ഇന്ത്യൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ പാലക്കാടൻ കോഴികളാണ് കേട്ടോ. ഇത് പിന്നെ വേറെ ഏതോ കൈറീന മോസ്കാ ചട്ടയോ എന്താണ്. അയ്യോ എന്തൊരു പേര്. അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ. പിന്നെന്താ ഇവിടെ ഉള്ളത്? എന്താ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ എമു ഉണ്ട് കേട്ടോ. എമു അല്ല, ഓസ്ട്രിച്ച് അല്ലേ ഇത്? സോറി എമു. ഹലോ ഗായ്സ്. എമു ഗായ്സ്. എമു ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. നമോ. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാട്ടാ. ഞാനിവിടെ കുറെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. കാരണം കുട്ടികൾക്കൊക്കെ കുറെ സമയം സ്പെൻഡ് ചെയ്യാം. കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമായിട്ട്, വലിയൊരു അതൊന്നും പ്രതീക്ഷിച്ച് വരരുത് കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ 2 പുത്രന്മാർ കൊടുത്തു. ഒരു പുത്രൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കേണ്ട കാരണം കൊണ്ട് നമുക്ക് വീഡിയോ അതൊന്നും കറക്റ്റ് എടുക്കാൻ പറ്റില്ല. എന്തായാലും കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈവനിങ് വന്നാൽ മതി. ഈവനിങ് ഒരു 4 മണിക്ക് ശേഷം വന്നാൽ നമുക്ക് ഇവിടെ ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ പോവാം. എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് പോവാം. എൻട്രി ഫീ ഇല്ല. ബാക്കിയുള്ള റൈഡുകൾക്കൊക്കെ കയറണമെങ്കിൽ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെക്കേഷന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട്ലി സ്പേസ് ആണ് കേട്ടോ നമ്മുടെ കാക്കത്തുരുത്തിയിലുള്ള ഷീസോ ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.